ഹായ് എവരിവൺ, എല്ലാവർക്കും ഒരിക്കൽ കൂടി RSK എഡ്യൂടെക്കിന്റെ കേരള PSC ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നു മുതൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിവിസിബിലിറ്റി ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ LDC എക്സാമിന് വേണ്ടിയിട്ട് അതിശക്തമായി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തുടങ്ങുന്ന ചാപ്റ്ററാണ് കൃത്യംഗങ്ങളാണ് നമ്മൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ലോസ് ഓഫ് എക്സ്പോണൻസ് അല്ലെങ്കിൽ എക്സ്പോണൻസ് എന്ന് പറയാം. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കൃത്യങ്ങളെ നമുക്ക് എന്തെന്ന് വിശേഷിപ്പിക്കാം, എക്സ്പോണൻസസ് എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ആദ്യം തൊട്ട് ബേസിക്സ് തൊട്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ചു പോകണം. എന്താണ് ഈ കൃത്യംഗങ്ങൾ അല്ലെങ്കിൽ എക്സ്പോണൻസ് എന്ന് പറയുന്നത്? ഒരു നമ്പർ ഞാനിങ്ങനെ എഴുതുവാണ്, ശ്രദ്ധിച്ചു നോക്കൂ. 2 × 2 × 2 × 2. എത്ര പ്രാവശ്യം എഴുതി? 2നെ 4 പ്രാവശ്യം ഞാൻ ഗുണിച്ചു, അല്ലെ? അങ്ങനെ 4 പ്രാവശ്യം ഗുണിക്കുവാണെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 2⁴ ഞാൻ വായിച്ചത് എങ്ങനെയാണ് ശ്രദ്ധിക്കുക, 2⁴ എന്നാണ്. 2⁴. അപ്പൊ ഈ 2 എന്ന് പറയുന്നതാണ് എന്റെ ബേസ്. ഞാൻ ഇംഗ്ലീഷിലും പറയാം, മലയാളത്തിലും പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. 2 എന്ന് പറയുന്നത് ബേസ്. കൃതി എന്ന് പറയും, കൃതി. ഓക്കെ, ഈ മുകളിൽ കിടക്കുന്നതാണ് എന്റെ കൃത്യംഗം അല്ലെങ്കിൽ എക്സ്പോണന്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. ഇതിനെ നമ്മൾ വേറെ പേരും ഇംഗ്ലീഷിൽ വിളിക്കാറുണ്ട്. ഓക്കെ, ബേസ് എന്ന് ഇതിനെ പേരിട്ട് വിളിക്കുന്നു. 4നെ നമ്മൾ പേരിട്ട് വിളിക്കുന്നു എക്സ്പോണന്റ് എന്ന് പറയും. എക്സ്പോണന്റ് അല്ലെങ്കിൽ കൃത്യംഗം എന്ന് പറയും, അല്ലെങ്കിൽ പവർ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ എഴുതുന്ന ഒരു രീതിയെ നമ്മൾ നോർമലി ഇംഗ്ലീഷിൽ ഇൻഡൈസസ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഓക്കെ, 2⁴ എന്ന് വെച്ചാൽ 2നെ എത്ര പ്രാവശ്യം ഗുണിക്കുക എന്നാണ്. 4 പ്രാവശ്യം ഗുണിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, 2⁴ എന്ന് പറയുന്നത്. ആൻസർ നോക്കുവാണെങ്കിൽ 2 × 2 എത്ര കിട്ടും? 4 2 × 2 എത്ര കിട്ടും? 4. 4 4 എത്ര ആയിരിക്കും? 16. ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെച്ചേക്കണം. അതിൽ ഒന്നാണ് ഈ 2ന്റെ സ്ക്വയർ. ഓക്കെ, 2ന്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആണ്. 2 × 2. 2ന്റെ ക്യൂബ് 2 × 2 × 2 8 ആണ്. 2⁴ എത്രയാണ്? 16 ആണ്. 2⁵ 32 ആണ്. 2�6 എത്രയാണ്? 64 ആണ്. ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കണം. ഒരു PSC ലെവൽ പഠിക്കുന്ന സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട കേസാണ്. ഈ 2⁻² ഒക്കെ എങ്ങനെ വന്നു എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്ത് മുകളിൽ എഴുതിയാലും അത് 2 പ്രാവശ്യം ഗുണിക്കുക. ഇതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കുന്നതാണ് 3. 3ന്റെ സ്ക്വയർ 9. 3ന്റെ ക്യൂബ് 27. 3⁴ 81. ഓക്കെ, ഇനി 3⁵ 243. ഇത്രയും വരെ അറിഞ്ഞിരിക്കണം. ഇത്രയും വരെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ 4ന്റെ സ്ക്വയർ 16. 4ന്റെ ക്യൂബ് 64. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും അറിഞ്ഞിരിക്കണം. 4ന്റെ കേസിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. 5ന്റെ സ്ക്വയർ 25. 5ന്റെ ക്യൂബ് 125. 5⁴ 625. ഇത്രയും വരെ നിങ്ങൾ എന്തിന്റെയും അറിഞ്ഞിരിക്കണം, 5ന്റെയും അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു ഫ്രെയിം വർക്കിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ഞാൻ എഴുതിയിരിക്കുന്ന ഈ സ്ക്വയറും ക്യൂബും, ഞാനിപ്പോ എഴുതി സ്ക്വയറും എഴുതിയിട്ടുണ്ട്, ക്യൂബും എഴുതിയിട്ടുണ്ട്, 4⁴ എഴുതിയിട്ടുണ്ട്, ⁵5 6. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഇവിടെ ശ്രദ്ധിച്ചു നോക്കാം. ആദ്യത്തെ പോയിന്റ്, ഒരു നെഗറ്റീവ് നമ്പർ ബേസ് ആയിട്ട് തന്നിട്ട് അതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ, എക്സ്പോണന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n എന്തുവാകാം. ഓക്കെ, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാകാം. ഞാൻ സങ്കല്പിക്കുന്നു n എന്ന് പറയുന്നത് ഈവൻ ആയിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ ഈവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ട സംഖ്യയായിട്ട് സങ്കല്പിക്കും. അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ, ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ പൂർണ്ണമായിട്ടും
ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്തിലേ കിട്ടത്തുള്ളൂ? പോസിറ്റീവായിട്ടേ കിട്ടത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്പറാണ് കേട്ടോ, നെഗറ്റീവ് നമ്പറാണ് എടുത്തിരിക്കുന്നത്. അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ, ഒരു ഈവൻ നമ്പർ മുകളിൽ വരുവാണെങ്കിൽ, പവറായിട്ട് അല്ലെങ്കിൽ എക്സ്പോണന്റ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങളുടെ ആൻസർ എങ്ങനെ കിട്ടും? പോസിറ്റീവായിട്ട് കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. -2 the whole raised to 3. അപ്പൊ ഇവിടെ 3 നോക്കിയേ, ഇവിടെ 3 എന്താ? എമ്മോളി കൊടുത്തേക്കുന്ന നെഗറ്റീവ് ഓഡ് നമ്പർ ആണ്. സോറി, ഓഡ് നമ്പർ ആണ്. ഞാൻ പറഞ്ഞ എന്താണ്? n ഈവൻ ആവുമോ? അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. -2 the whole raised to 6 കൊടുക്കാം. അപ്പൊ 6 ഒരു ഈവൻ നമ്പർ ആണ്. അപ്പൊ ആക്ച്വലി 6 എന്ന് പറയുന്ന ഈവൻ നമ്പർ ആകുമ്പോൾ കണ്ണു അടച്ച് നിങ്ങൾക്ക് പറയാം ഇതിന്റെ ആൻസർ എപ്പോഴും എന്തേ വരത്തുള്ളൂ? പോസിറ്റീവ് വരത്തുള്ളൂ. കാരണം നെഗറ്റീവ് വന്നു അകത്ത്. അങ്ങനെയാണെങ്കിൽ പവർ നോക്കുക, പവർ ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ എപ്പോഴും എന്തിലേ വരത്തുള്ളൂ? പോസിറ്റീവിലേ വരത്തുള്ളൂ. അപ്പൊ ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസർ എഴുതി വെക്കാം. ആൻസർ എന്തായിരിക്കും? ഇതിന്റെ ആൻസർ 64 ആയിരിക്കും. ഓക്കെ, മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ടത്, ഒരു നെഗറ്റീവ് നമ്പർ ആണ്, മുകളിൽ n ഉണ്ട് പവറായിട്ട്. n എന്താകാം? ഓഡ് ആകാം, ഒറ്റക്ക സംഖ്യ ആകാം. അങ്ങനെയാണെങ്കിൽ ആൻസർ എപ്പോഴും എന്തിലേ കിട്ടത്തുള്ളൂ? നെഗറ്റീവിലെ ആൻസർ കിട്ടത്തുള്ളൂ. അതാണ്ട് നേരത്തെ ഞാൻ എക്സാമ്പിൾ എഴുതിയപ്പോൾ എഴുതിയ എക്സാമ്പിൾ തന്നെ എടുക്കാം. നിങ്ങൾ നെഗറ്റീവ് അല്ലേ കണ്ടത്? അതെ, മുകളിൽ പവർ നോക്കിയേ, പവർ എന്താ? ഓടാണ്. അപ്പൊ ആൻസർ എന്തിലായിരിക്കും കിട്ടുന്നത്? ആൻസർ നിങ്ങൾക്ക് എന്തിലായിരിക്കും കിട്ടുന്നത്? നെഗറ്റീവിലായിരിക്കും ആൻസർ കിട്ടുന്നത്. സോ എന്ത് എഴുതുക? നെഗറ്റീവ് ആദ്യം എഴുതുക. 2 raised to 3. 2 raised to 3 യുടെ ആൻസർ എത്ര? 8. അപ്പൊ നിങ്ങളുടെ ആൻസർ എത്ര കിട്ടും? നിങ്ങൾക്ക് -8 ആയിരിക്കും ആൻസർ കിട്ടും. ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ എഴുതാം. ഇവിടെ ശ്രദ്ധിച്ചോ, -3 the whole raised to, the whole raised to അങ്ങനെയാണ് ഞാൻ പറയുന്നത്. -3 the whole raised to 4 എഴുതി. ഞാൻ അതേപോലെ എഴുതി -3 the whole raised to 3 എന്നും എഴുതി. ഒരു നെഗറ്റീവ് നമ്പർ ആണ് അകത്ത്, പക്ഷെ ഈവൻ ആണ് മുകളിൽ പവറായിട്ട് കിടക്കുന്നത്. അപ്പൊ ഈവൻ ആണെങ്കിൽ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് 3 raised to 4, 3 raised to 4 ആൻസർ എത്ര? 81 ആണ് ആൻസർ. അതേസമയം ഒരു നെഗറ്റീവ് നമ്പർ ആണ്, നിങ്ങൾ നോക്കിയേ അതിന്റെ റേസ് ടു കിടക്കുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ ആൻസർ നെഗറ്റീവ് ഇടുക. 3 raised to 3 ആൻസർ എത്ര ആയിരിക്കും? 27 ആയിരിക്കും ആൻസർ. 2 പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഇനി അപ്പൊ -2, അപ്പൊ ഇവിടെ ഞാൻ -2 എഴുതിയപ്പോ പലരും വിചാരിക്കും സർ -2 മാത്രം അല്ല, ഏത് നമ്പർ വന്നാലും പറഞ്ഞു മനസ്സിലായി. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ താണ്ടെ -2 മാത്രമല്ല ഇവിടെ എടുത്ത്, -3 എടുത്ത് ഞാൻ കാണിച്ചു തന്നു. സോ അതുകൊണ്ട് -2 മാത്രമല്ല, ഏത് നമ്പർ. പിന്നെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ -2 ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഏത് നമ്പർ റേസ് ടു ആയാലും അകത്ത് നെഗറ്റീവ് ആണ് കിടക്കുന്നത്, മുകളിൽ പവറിൽ കിടക്കുന്നത് ഓടാണെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. മുകളിൽ കിടക്കുന്നത് ഈവൻ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവും ആയിരിക്കും. ഇത് ഓർത്ത് വെച്ചേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഞാനിപ്പോ എഴുതുകയാണ് ലോസ് ഓഫ് എക്സ്പോണന്റ്. ചില നിയമങ്ങൾ നമ്മൾ ഈ കൃത്യങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തുണ്ട്? ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യത്തെ നിയമത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ് ലോ എന്ന് പറയും. പ്രൊഡക്റ്റ് ലോ എന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ ലോ എങ്ങനെയാണ് നമുക്കൊന്ന് പഠിക്കാം. ആ ഫോർമുല എപ്പോഴും പഠിച്ചു വെച്ചേക്കണം. a raised to m into a raised to n is equal to a raised to m plus n. എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് നമ്മൾ? ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബേസ് ഇത് കണ്ടോ, ഈ ബേസ് കണ്ടോ, രണ്ടും സെയിം ആയിരിക്കണം. അതിന്റെ ഇടയ്ക്ക് എന്തുമായിരിക്കണം? മൾട്ടിപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഗുണനത്തിന്റെ സിമ്പലും ആയിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് ബേസും ഒരേപോലെ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ലോ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തുമായിരിക്കും ആൻസർ? a raised to, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ മോളിൽ കിടക്കുന്ന പവർ രണ്ടും കൂടെ എന്ത് ചെയ്യാം? പ്ലസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. എക്സാമ്പിൾ 2 raised to 3 into 2 raised to 2 എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയേ,
എയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താ കാണാൻ പറ്റുന്നത്? 2 കാണാം. ഇവിടെയും എയുടെ സ്ഥാനത്ത് എന്ത് തന്നെ കാണാം? നിങ്ങൾക്ക് എയുടെ സ്ഥാനത്ത് 2 കാണാവുന്ന പോലെ തന്നെ ഇവിടെയും എയുടെ സ്ഥാനത്ത് എന്ത് തന്നെ കാണാം? 2 കാണാം. അപ്പൊ ബേസ് രണ്ടും എന്തായി? സെയിം ആയി. ബേസ് 2 സെയിം ആയില്ലേ? ബേസ് 2ഉം സെയിം ആയി. കണ്ടോ? ബേസ് 2ഉം സെയിം ആയാൽ മോളിലത്തെ എന്ത് പവറിനെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അപ്പൊ എന്ത് ആൻസർ കിട്ടും? 2⁻³ + 2 ആയിരിക്കും ആൻസർ. അപ്പൊ 2⁻³ + 2 എത്ര കിട്ടും? 2⁵. 2⁵ ആൻസർ എത്ര ആയിരിക്കും? 32 അല്ലെ? ഞാൻ വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. 2⁻³ × 2⁻². നിങ്ങൾ തന്നെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 2⁻³ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2നെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക? 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 2² എന്ന് വെച്ച് കഴിഞ്ഞാൽ 2നെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക? 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 2s are 4, 4 2s are 8, 8 2s are 16, 16 2s are എന്ത് തന്നെ കിട്ടും? 16 2s are 32 തന്നെ. അപ്പൊ ആൻസർ സെയിം തന്നെയല്ലേ കിട്ടിയത്? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതുകൊണ്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഫോർമുല വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കൽ കൂടി എന്റെ കൂടെ പറയണം. a⁻m × a⁻n = a⁻m + n. മോളിൽ കിടക്കുന്ന പവറുകൾ രണ്ടും കൂട്ടണം. എപ്പോൾ? അതിന്റെ ബേസ് അല്ലെങ്കിൽ അതിന്റെ കൃതി എന്താകുമ്പോൾ? സെയിം ആണെങ്കിൽ, ഒരേപോലെ ഇരിക്കുകയാണെങ്കിൽ മാത്രം. ഇനി രണ്ടാമത്തെ ലോ ആണ് നമ്മൾ കോഷ്യന്റ് ലോ എന്ന് പറയും. എന്ത് പറയും? കോഷ്യന്റ് ലോ എന്നാണ് വിശേഷിപ്പിക്കുന്നത് രണ്ടാമത്തെ ലോയെ. ഇതിനെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ഗുണനമായിരുന്നു, ഗുണനം ചിഹ്നമായിരുന്നു. ഇനി കോഷ്യന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചിഹ്നമായിരിക്കും? ഡിവൈഡ് ചിഹ്നമായിരിക്കും. അപ്പൊ ശ്രദ്ധിച്ചു നോക്കുക. a⁻m / a⁻n = എപ്പോഴും എന്തായിരിക്കും? a⁻m - n ആയിരിക്കും. m-n ആയിരിക്കും. ഈ ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഇവിടെ പഠിക്കാൻ ഒരു കാര്യമുണ്ട്. ഇത് എപ്പോഴാണെന്നറിയാമോ? എമ്മിന്റെ വാല്യൂ n-നെക്കാട്ടിയും വലുതാണെങ്കിൽ മാത്രം. എമ്മിന്റെ വാല്യൂ n-നെക്കാട്ടിയും എന്താണെങ്കിൽ മാത്രമാണ്? വലുതാണെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻ നിങ്ങൾ ഇടേണ്ടത്. പറഞ്ഞു മനസ്സിലായോ? a⁻m / a⁻n എന്തായിരിക്കും? a⁻m - n. പിന്നെയും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർത്തു വെച്ചിരിക്കേണ്ട കാരണം, ഈ ബേസ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കണം? തുല്യമായിരിക്കണം. എന്നാൽ മാത്രമേ ഈ പരിപാടി പറ്റത്തുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണ്, ഞാനിപ്പോ എഴുതുവാണ് 2⁻³ × 3⁻5. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടാൻ പറ്റുമോ? ഈ മോളിൽ കിടക്കുന്ന പവർ രണ്ടും കൂട്ടാൻ പറ്റുമോ? ഒരിക്കലും കൂട്ടാൻ പറ്റത്തില്ല. കാരണം പറഞ്ഞു, ബേസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ a⁻m / a⁻n = എന്താ? a⁻m - n. അപ്പൊ ദാണ്ട് ഒരു എക്സാമ്പിൾ നോക്കിക്കോ. 2⁻4 / 2⁻3. ഒന്ന് പറഞ്ഞേ, മോളിൽ കിടക്കുന്ന സാധനം വലുതല്ലേ? താഴെ കിടക്കുന്ന പവർ എന്തായിരിക്കും? ചെറുതാണ്. അപ്പൊ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞു, എമ്മിന്റെ വാല്യൂ n-നെക്കാട്ടിയും വലുതാണെങ്കിൽ മാത്രമേ ഈ ഫോർമുല അപ്ലൈ ചെയ്യാവൂ. അങ്ങനെയാണെങ്കിൽ 2⁻4 - 3 എന്ത് വരും? 2⁻4 - 3 2⁻1 വരും. ആൻസർ എന്ത് കിട്ടും? 2 ആൻസർ കിട്ടും. ഞാൻ നോർമലി പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതൊന്ന് നോക്കിയേ. 2⁻4 / 2⁻3. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേ. 2⁻4 എന്ന് വെച്ചാൽ എത്ര 2 മൾട്ടിപ്ലൈ ചെയ്യുക? 4 2 മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര 3 മൾട്ടിപ്ലൈ ചെയ്യുക? 3 2. എത്ര 3 അല്ല, എത്ര 2 മൾട്ടിപ്ലൈ ചെയ്യുക? 3 2. അതല്ലേ 2⁻3. അപ്പൊ ഒരു 2 വെട്ടിപ്പോയി, ഒരു 2 വെട്ടിപ്പോയി, ഒരു 2 വെട്ടിപ്പോയി. ആൻസർ എത്ര കിട്ടും? 2. അത് തന്നെയാണ് നമുക്ക് ഇവിടെ പെട്ടെന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ടാമത്തെ ഫോർമുല ഓർത്തു വെക്കണം. a⁻m / a⁻n = a⁻m - n. എപ്പോഴാണിത്? എമ്മിന്റെ വാല്യൂ n-നെക്കാട്ടിയും വലുതായിരിക്കുമ്പോൾ, n-നെക്കാട്ടിയും വലുതായിരിക്കുമ്പോൾ. അപ്പൊ അതിനർത്ഥം എന്താണ്? എമ്മിന്റെ വാല്യൂ ചെറുതായിട്ട് വരാം. അപ്പൊ നമുക്ക് ആ ഫോർമുല എഴുതണ്ടേ? ആ ഫോർമുല എഴുതണം. അപ്പൊ ഒരു ലോയും കൂടെ ഉണ്ട് കോഷ്യൻ ലോയ്ക്ക്. a⁻m / a⁻n = 1/a⁻n - എന്ന ഒരു ഫോർമുലയും പഠിക്കണം. ഇതെപ്പോഴാണെന്നറിയാമോ? എമ്മിന്റെ വാല്യൂ എന്താകുമ്പോൾ? ചെറുതാകുമ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ n-ന്റെ വാല്യൂ എന്താകുമ്പോൾ? വലുതാകുമ്പോൾ. n-ന്റെ വാല്യൂ വലുതാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കണേ. മുകളിൽ കിടക്കുന്ന എമ്മിന്റെ വാല്യൂ വലുതാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഫോർമുല, ഞാൻ ആ ഫോർമുല ഒന്നും കൂടി ഇവിടെ എഴുതാം. a⁻m / a⁻n =
എം മൈനസ് എൻ. എപ്പോഴാണിത്? എമ്മിന്റെ വാല്യൂ ആരെക്കാട്ടിയും വലുതാകുമ്പോൾ, എന്നിനെ കാട്ടിയും വലുതാകുമ്പോൾ. ഇവിടെ ആരെക്കാട്ടിയുമാണ്? എമ്മിന്റെ വാല്യൂ ചെറുതാണ് എന്നിനെ കാട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ആരെക്കാട്ടിയും വലുതായിരിക്കും? എമ്മിനെ കാട്ടിയും വലുതായിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നോക്കിയേ, 2⁻³ ഡിവൈഡ് ബൈ 2⁻⁴. കണ്ടല്ലോ എല്ലാവരും. അപ്പം മേളിൽ കിടക്കുന്ന എം നോക്കി, എമ്മിന്റെ സ്ഥാനത്ത് കിടക്കുന്ന 3 എന്നിന്റെ സ്ഥാനത്ത് കിടക്കുന്ന 4. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ എന്താണ്? വലുതാണ്. അങ്ങനെ ആണെങ്കിൽ എന്തായിരിക്കും ഫോർമുല? 1/a. എയുടെ സ്ഥാനത്ത് എന്താ മക്കളെ കിടക്കുന്നത്? 2 കിടക്കുന്നത്. അപ്പൊ 2⁻n-m. എന്നിന്റെ വാല്യൂ എത്ര? 4 മൈനസ് എമ്മിന്റെ വാല്യൂ എത്ര? 3. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 1/2⁻². അപ്പൊ ആൻസർ എത്ര കിട്ടി? 1/2 ആൻസർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സംശയം വല്ലതും ഉണ്ടോ? അപ്പൊ മേളിൽ കിടക്കുന്ന വാല്യൂ താഴെ കിടക്കുന്നതും ശ്രദ്ധിച്ചു നോക്കുക. മേളിൽ കിടക്കുന്ന റേസ് ടു കിടക്കുന്ന എമ്മിന്റെ വാല്യൂ എന്താണ്? ചെറുതും താഴെ കിടക്കുന്ന എന്നിന്റെ വാല്യൂ വലുതുമാണെങ്കിൽ 1/a⁻n-m ആണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ലോ ആണ്, മൂന്നാമത്തെ ലോ ആണ് പവർ ലോ. ഓക്കെ, പവർ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ചു നോക്കിക്കോണേ. a⁻m⁻n ആണെങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയാവോ? a⁻m⁴ എന്നാണ് അർത്ഥമാക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2⁻³ ഇങ്ങനാണെങ്കിൽ എന്തായിരിക്കും ആൻസർ? 2⁻³ × 3. ദാറ്റ് മീൻസ് 2 എത്ര ആയിരിക്കും വരുന്നത്? ആൻസർ 9 ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ വരുന്നത്. അപ്പൊ മൂന്നാമത്തെ ലോ ആണ് a⁻m⁻n. അങ്ങനെയാണ് വായിക്കുന്നത് നമ്മൾ. a⁻m⁻n a⁻m⁴n ആണ്. പറഞ്ഞു മനസ്സിലായി? അപ്പൊ 4 ലോസ് ഞാനിവിടെ, സത്യം പറഞ്ഞാൽ 3 ലോസേ ഉള്ളൂ, പക്ഷെ ഒരു ലോയ്ക്കകത്ത് 2 ഫോർമുലാസ് ഉണ്ട്. അപ്പം ഒന്നും കൂടെ എന്റെ കൂടെ എല്ലാവരും പറയണം പ്രോപ്പർ ആയിട്ട്. ഫസ്റ്റ് ലോ എന്താണ്? a⁻m⁴ a⁻m+n. രണ്ടാമത്തെ ലോ എന്താണ്? a⁻m ഡിവൈഡ് ബൈ a⁻n a⁻m-n ആണ്. മൂന്നാമത്തെ ലോ എന്താണ്? a⁻m by a⁻n 1/a⁻n-m. എപ്പോഴാണ് ഇത്? എമ്മിന്റെ വാല്യൂ എന്നിനെ കാട്ടിയും വലുതാകുമ്പോൾ. എപ്പോഴാണിത്? എന്നിന്റെ വാല്യൂ എമ്മിനെ കാട്ടിയും വലുതാകുമ്പോൾ. ലാസ്റ്റ് വൺ a⁻m എന്തായിരിക്കും? a⁻m⁴n. m⁴n എനിക്ക് mn എന്നും ഇങ്ങനെ എഴുതാം കേട്ടോ. m⁴n ഇങ്ങനെ എഴുതിയാലും രണ്ടും ഒന്നാണ് കേട്ടോ. a⁻mn അല്ലെങ്കിൽ a⁻m⁴n എന്ന് എഴുതാം. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, അപ്പം 4 ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും ലോസ് ഓഫ് എക്സ്പോണൻസ് ക്ലിയർ ആയെന്ന് വിളിക്കുന്നു. ഇനിയും പോയിന്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റും കൂടെ ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. -a⁻n. എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? എന്നിന്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ആൻസർ എന്തിലായിരിക്കും കിട്ടുന്നത്? ആൻസർ ഈസ് ഇൻ പോസിറ്റീവ് ആയിട്ടായിരിക്കും ആൻസർ കിട്ടുന്നത്, അല്ലേ? ഇനി -a⁻n എന്താണെങ്കിൽ ഓഡ് ആണെങ്കിൽ, ഒറ്റക്ക സംഖ്യയാണെങ്കിൽ ആൻസർ എന്തിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്? ആൻസർ എപ്പോഴും നെഗറ്റീവിലായിരിക്കും കിട്ടുന്നത്. ഇത്രയും പോയിന്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കിത് നിർത്താം. നെഗറ്റീവ് ഇന്റഗ്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കിക്കോണം. a⁻n നെഗറ്റീവ് കണ്ടോ. നെഗറ്റീവ് ഇന്റഗ്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേളിൽ കിടക്കുന്ന സാധനം എന്തായിട്ട് വരുവാണെങ്കിൽ, നെഗറ്റീവ് നമ്പർ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു മനസ്സിലായി? ഇതുവരെ നമ്മൾ ചെയ്തെല്ലാം പോസിറ്റീവ് ആയിട്ടായിരുന്നു. ഇവിടെ മേളിൽ കിടക്കുന്ന ഈ പവർ എന്തായിട്ട് വരുന്നു? നെഗറ്റീവ് ആയിട്ട് വരുന്നു. എങ്ങനെ എഴുതാം നമുക്ക്? 1/a⁻n എന്ന് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ ഇപ്പൊ പറയുവാണെങ്കിൽ 5⁻³ എന്ന് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം ഇതിനെ? ശ്രദ്ധിച്ചു നോക്ക്. 5 ഇവിടെ മൈനസ്, അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് എന്ത് വന്നു? 3. അപ്പൊ ആൻസർ എന്തായിരിക്കും? 1/5⁻³ എന്ന് പറയാം. ദാറ്റ് മീൻസ് 1/5⁻³ ഞാൻ ഇപ്പൊ പഠിച്ചു വെക്കാൻ പറഞ്ഞു. 5 5 25 5 125. 1 എത്ര വരും? 125 ആൻസർ ആയിട്ട് വരും. എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട്.
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം നോക്കി വെച്ചേക്കുക. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇതിന്റെ എന്ത് ചെയ്യും, സംസ് പ്രോപ്പറായിട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.